ഹലോ എവരിവൺ. SSCയുടെ CHSLന്റെ എക്സാം കുറച്ച് ദിവസം മുമ്പ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആൻസർ കീ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് എങ്ങനെ ചെക്ക് ചെയ്യുന്നു, പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് ചലഞ്ച് ചെയ്യും, തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് സെപ്പറേറ്റ്ലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ വെബ്സൈറ്റ് നോക്കുമ്പോൾ ഇത് ഏറ്റവും പുതിയ വെബ്സൈറ്റാണ്. SSC.government.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. പുതിയ വെബ്സൈറ്റാണ്, നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വെബ്സൈറ്റാണ്. ഇതിനകത്ത് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ജൂലൈ 18 അപ്ലോഡിംഗ് ഓഫ് ടെനേറ്റീവ് ആൻസർ കീസ് അലോങ് വിത്ത് കാൻഡിഡേറ്റ്സ് റെസ്പോൺസ് ഷീറ്റ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്, CHSL പരീക്ഷ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആൻസർ കീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും എന്തെങ്കിലും ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുമായിട്ടുള്ള സമയമാണ്. അത് എങ്ങനെ ചലഞ്ച് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്ലോഡിംഗ് ഓഫ് ടെനേറ്റീവ് ആൻസർ കീസ് അലോങ് വിത്ത് കാൻഡിഡേറ്റ്സ് റെസ്പോൺസ് ഷീറ്റ് ഓഫ് CHSL 2024. ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. കാൻഡിഡേറ്റ്സിൻ്റെ റെസ്പോൺസ് ഷീറ്റ് കറൻ്റ്ലി അവൈലബിൾ ആണ്. SSC.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ട് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ എന്തെങ്കിലും കറക്ഷൻസ് നിങ്ങളുടെ ഉത്തരങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന ഒരു കാര്യം 18/7/2024 ഇന്ന് 6 മണി മുതൽ 23/7/2024 വരെയുള്ള സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനുള്ള സമയമുള്ളൂ. മാത്രമല്ല 100 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യേണ്ടത്. നിങ്ങൾ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം നിങ്ങൾ ആൻസർ കീ നോക്കുക. ആൻസർ കീ എടുത്ത് വ്യക്തമായിട്ട് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അന്നേരം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണം, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ശരിയായിട്ടുള്ളതാണ്, അത് തെറ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. പുതിയ വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ആൻസർ കീ ചലഞ്ച് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഹൗ ടു ലോഗിൻ ടു ആക്സസ് റെസ്പോൺസ് ഷീറ്റ് എലോങ് വിത്ത് ടെനേറ്റീവ് ആൻസർ കീസ് ആൻഡ് ടു ചലഞ്ച് ടെനേറ്റീവ് ആൻസർ കീസ്. അപ്പോൾ എങ്ങനെ അത് ചെക്ക് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണുമ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇതിനകത്ത് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ നമ്പർ പാസ്വേഡ് ക്യാപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാനുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേന് എൻ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് ലൈവ് എക്സാമിനേഷൻ, മൈ ആപ്ലിക്കേഷൻസ്, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി, അതിൽ നിങ്ങളുടെ എക്സാം നെയിം ഉണ്ടാവും, എക്സാം ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഏറ്റവും സൈഡിലായിട്ട് ആൻസർ കീ ചലഞ്ച് എന്ന പേജ് ഒരു ടാബ് കാണും. ആ ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ നെക്സ്റ്റ് പേജിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോയിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ലോഗിൻ വഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കയറി അടുത്ത പ്രൊസീജിയേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. പേയ്മെൻറ്റ് ചെയ്യാനും ഉള്ള എല്ലാ സ്പേസും മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഫൈനലി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്യുക. ഇതാണ് ബേസിക് പ്രൊസീജിയർ. ഡൗട്ട് ഉള്ളവർക്ക് ഈ ഒരു PDF ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കി മനസ്സിലാക്കാം. ഇനി നിങ്ങളുടെ ആൻസർ കാണാൻ വേണ്ടി ചെയ്യേണ്ടത് ഡയറക്റ്റായിട്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും, മാത്രമല്ല ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ പേപ്പർ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട്, എത്ര പഠിച്ചതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനകത്ത് കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇതിലാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയതെന്നൊക്കെ വെരിഫൈ ചെയ്യാം. നിങ്ങൾ എക്സാംസ് വളരെ സീരിയസ് ആയിട്ട് കണ്ട് ചെയ്തവരാണെങ്കിൽ ഉറപ്പായിട്ടും വെരിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെയാണ് പോയതെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് മനസ്സിലാവും. ഈ കാര്യങ്ങൾ എല്ലാവരും റെഗുലറായിട്ട് സ്ഥിരമായിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഇനി പുതുതായിട്ട് ആദ്യമായിട്ട് പരീക്ഷ എഴുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. മാത്രമല്ല ഒരു കാര്യം കൂടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് വേണ്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിലും ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാർക്സ്, നിങ്ങളുടെ ഷിഫ്റ്റ് ഏതായിരുന്നു, നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താണ്, എക്സാം സിറ്റി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ആ ഒരു ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്ത്, മാത്രമല്ല നിങ്ങളുടെ PDF എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ഉൾപ്പെടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് ആ ഒരു ഗൂഗിൾ ഫോമിൽ പോസ്റ്റ് ചെയ്ത് നമുക്ക് ആക്സസിബിൾ ആയിട്ട് തരാൻ പറ്റുമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു ഇവാലുവേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം, അതായത് ഓവറോൾ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ കിട്ടിയ മാർക്ക് എത്രയാണ്, നമുക്ക് അതിനകത്തുള്ള സജഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് അതൊരു അനാലിസിസുമായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ വരണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആൾക്കാർ കഴിയുന്നവരെല്ലാം ഈ CHSLൻ്റെ
ആൻസർ കീ കിട്ടിയതിന് ശേഷം താഴെ കാണുന്ന ഗൂഗിൾ ഫോം കൂടെ ഫില്ല് ചെയ്ത് ആ എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, റോൾ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൊവൈഡ് ചെയ്താൽ, മാത്രമല്ല ഇങ്ങനെയുള്ള PDF ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഷിഫ്റ്റ് വൈസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആൻസർ കീ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. അപ്പോൾ എല്ലാവരും ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.